ഫവാസ് ഇന്നലെ ഇന്ന് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്? ഇന്നത്തെ വർക്ക് അല്ലേ? ഇന്നത്തെ വർക്ക് ഇന്നലെ എന്താ പ്ലാൻ ചെയ്തത്? ഇത് FG ചാനൽ ഒന്ന് സൗണ്ട് പറഞ്ഞോ. FG ചാനൽ MFG എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് എങ്ങനെ ഇട്ടത്? മാനുഫാക്ചറിങ് പറഞ്ഞോ. മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് ഗുഡ്സ്. MFG എന്ന് പറഞ്ഞ വൗച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് എൻ്റർ ആക്കുക. അതിന്റെ ഡേ ബുക്ക് നമ്മൾ അവിടെ നിലവിലുണ്ടല്ലോ അല്ലേ? ഓക്കെ. അടുത്തത് നിങ്ങൾ തന്നെ പറയാം, ഡിസ്ക്രൈബ് ചെയ്തോ. പിന്നെ സെമി ഗുഡ്സ് ബാച്ച് ബുക്കിൽ കയറ്റുക. അപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഏതാണ് നോക്കുക? അത് ആദ്യം ഐറ്റം ഏതാച്ചാ കൊടുക്കുക, പിന്നെ ക്വാണ്ടിറ്റി കൊടുക്കുക, പിന്നെ ബാച്ച് കൊടുക്കുക, പിന്നെ അതിനെടുത്ത ഇൻഗ്രീഡിയൻസ് ഐറ്റംസ് കാര്യങ്ങളും കയറ്റുക. അത് പിന്നെ പർച്ചേസ്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ഉണ്ടെങ്കിൽ പർച്ചേസ് ബില്ല് കയറ്റുക. ഞാൻ ചൂടാക്കാം. പക്ഷാവോ? ഇല്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. അല്ല, നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഇതുണ്ടോ? നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഇങ്ങനെയാണ് ആദ്യം നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് വർക്ക്? ഫസ്റ്റ് വർക്ക് രാവിലെ വരുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കൂ. പറഞ്ഞോ ഫസ്റ്റ്. എന്തിനും പറഞ്ഞോ. ഡേ ബുക്ക് നമ്മൾ ഏതൊക്കെ ഡേ ബുക്ക് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇവിടെ ഇത്രയും കാലമായിട്ട് ഇല്ലേ, വലിയൊരു 500 വർഷത്തിന്റെ മുകളിൽ ലെഗസിയുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും മിസ്റ്റർ ഫവാസിന് എന്തായാലും അത്രയും കഴിവുണ്ടല്ലോ. ഫവാസ് വളർന്നു വന്ന ഒരിതിൽ. അപ്പോൾ ആ കഴിവ് നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡേ ബുക്കാണ് നമ്മൾ ചെയ്യാറുള്ളത്? അല്ല, റെസിപ്റ്റും പേയ്മെന്റ് അല്ല, ഡേ ബുക്കുകൾ ഉണ്ടല്ലോ. ക്യാഷ് ബുക്ക്, ഡേ ബുക്ക് പറഞ്ഞോ. വേറൊന്നുമില്ല. ഇതിലിപ്പോ ഡേ ബുക്കിൽ നമ്മൾ മാനുഫാക്ചറിംഗ് ഇപ്പോ ഫവാസ് നിങ്ങൾ ഇവിടെ അല്ലേ ഇരിക്കുന്നത്? മാനുഫാക്ചറിംഗിലല്ലേ ഇരിക്കുന്നത്? അപ്പൊ അതിന്റെ ഡേ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാല് നമുക്ക് വേണ്ടത് ഡെയിലി RMന്റെ ഡേ ബുക്ക്. മനസ്സിലായോ? RMന്റെ ഡേ ബുക്ക് വേണം. മനസ്സിലാവുണ്ടോ? നമ്മുടെ റോ മെറ്റീരിയലിന്റെ ഡേ ബുക്ക്, അതായത് പർച്ചേസ് എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഡേ ബുക്ക് എന്നാ പറയാം. അതിനിവിടെ ഒരു RMന്റെ ബുക്ക് എന്ന് പറയാം. അത് ഡേ ബുക്കാണ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് അറിയാതിരിക്കാൻ വേണ്ടി നമ്മളുടെ RMന്റെ. പക്ഷെ കണക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണക്ക് അറിയേണ്ടത് ഡേ ബുക്കിന് ഫോക്കസ് ചെയ്തിരിക്കണം. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എൻ്റർ ഓരോരോ സെപ്പറേറ്റ് ബുക്കുകൾ ഉണ്ടാവും. മനസ്സിലാവുന്നോ? അപ്പോൾ അത് നമ്മൾ ഡേ ബുക്ക് റോ മെറ്റീരിയൽ കൊടുക്കണം. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്താൽ തന്നെ ബില്ല് വന്നാൽ തന്നെ RMൽ കയറി, ഡേ ബുക്ക് RMൽ കയറി. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ RM, അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത ബില്ലും വെച്ച് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ തുടങ്ങണം. പുറത്തുനിന്ന് ഒരു സാധനം വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ഇവർ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ബുക്കിൽ ഇവർ എഴുതിയാലേ അത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നോ? അപ്പോ അത് നമ്മളെപ്പോഴും കറക്റ്റ് ആയിരിക്കണം, പക്കയായിരിക്കണം. അതിന് ഒരു വിട്ടുവീഴ്ചയും കൊടുക്കരുത്. ഒരു പർച്ചേസ് ബില്ല് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചു മേടിക്കണം. മനസ്സിലായോ? പർച്ചേസ് ബില്ല് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചു മേടിച്ച് അന്നത്തെ ദിവസം അന്നത്തെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം സ്റ്റാഫുകളുണ്ട്. 40 സംതിങ് സ്റ്റാഫുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. 40 സ്റ്റാഫുകളുണ്ട്. അവർക്ക് സാലറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഞാൻ ചെയ്യേണ്ട വർക്ക് ഞാൻ തന്നെ ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട വർക്ക് നിങ്ങൾ തന്നെ ചെയ്യണം, അല്ലെ? അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ നമുക്ക്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഡേ ബുക്ക് ചെയ്താലേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും. ഞാന് ചെയ്യേണ്ട വർക്ക് ഞാൻ എടുക്കാണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കില്ല് കൂടും. അതുപോലെ തന്നെ
ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് മാനേജർ ഇവിടുത്തെ ഓണർ എടുക്കുന്ന വർക്കാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തെ കുറെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കുറെ സ്റ്റാഫിനെ അവിടെ വരുത്തിയിട്ട് അവർക്ക് ഇപ്പൊ നിലവിലുള്ള സ്റ്റാഫിന് സാലറി ഞങ്ങൾ 5% വെച്ചിട്ട് കൂട്ടി കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. അത് നമുക്ക് 5 എന്നുള്ളത് 10 ആക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വിഷയം ഉണ്ടാവും. അപ്പൊ അത് അവര് എന്നോട് പറയും. അപ്പൊ ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആണ്. ഞാൻ ആ മൈൻഡ് സെറ്റിൽ ഓണറുടെ മാതിരി ഞാനിവിടെ നിങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ശരിക്കും ചുരുങ്ങിയ സാലറിയിൽ നിങ്ങളോട് വർക്ക് ചെയ്യാൻ അറിയുന്നത് എനിക്കറിയാം. അതുകൊണ്ടൊന്നും ആവില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മള് ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മള് മാക്സിമം ആ ഒരു ഡേ ബുക്കുകൾ, റോ മെറ്റീരിയലിന്റെ ഡേ ബുക്ക്, അതേപോലെ തന്നെ നമ്മളുടെ ലാബിലിങ്ങിന്റെ ഡേ ബുക്ക്, SGന്റെ ഡേ ബുക്ക്, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഡേ ബുക്ക്, ഏകദേശം ഇത്ര 5 എണ്ണം. ഇനി ഏതെങ്കിലും ഡേ ബുക്ക് നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചോദിച്ചാൽ മതി, മനസ്സിലാവും നിങ്ങൾക്ക്. ഇപ്പൊ ഏകദേശം എത്ര കഷായം ഉണ്ടെന്ന് മനസ്സിലായോ? എണ്ണം വേണ്ട, ഒരു 2-3-4 കഷായത്തിന്റെ പേര് പറഞ്ഞോ. വെച്ചിട്ട് പറഞ്ഞോ. ആ പറഞ്ഞ ഓർമ്മയുള്ള പറഞ്ഞ, ഇനി തെറ്റിയുടെ പ്രശ്നമൊന്നുമില്ല. ആ ഒന്ന് വെച്ചിട്ട് പറയൂ. കേൾക്കുന്നില്ല ഡോക്ടറെ. അത് ഗുഗുലാണോ ഗുലുഗുലാണോ? അപ്പൊ ഗുഗുലു കഷായം തന്നെ നിങ്ങൾ പറഞ്ഞു. അത് ഒരെണ്ണം കൊണ്ട് പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഏത് വേറെ ഏതെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ള ഒരു കഷായം ഓർമ്മ വരും? പറഞ്ഞോ. അറിയാം, പക്ഷെ ഇപ്പൊ പറയുമ്പോ വരുന്നില്ല. അങ്ങനെയല്ലേ. എന്നാ വേണ്ട, നമുക്ക് ചിത്രകാരി കഷായുണ്ട്, പിന്നെ പടവലടി കഷായുണ്ട്, എനിക്ക് പോലും ഓർമ്മയിട്ടില്ല. രക്തവലാതി കഷായുണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. അതേപോലെ ചൂർണങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അഗ്നിമുഖി ചൂർണ്ണുണ്ട്, ചന്ദ്രോദയ ചൂർണ്ണുണ്ട്, നിശാലകാരി ചൂർണ്ണുണ്ട്. അതുപോലെ ഇനി കേര എടുക്കാനുണ്ടെങ്കിൽ താമ്പലാധികാരുണ്ട്, നീലിവൃങ്കാധികാരുണ്ട്, പിന്നെ ചെമ്പരത്തിയാധികാരുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട്. അതുപോലെ ഇനി ഗുളികകൾ എടുക്കുകയാണെങ്കിലോ വായുഗുളിക, വായുഗുളിക. ആദ്യം വായുഗുളിക വേണ്ട, അത് പറഞ്ഞതായി. MMFന്റെ പെർഫോമൻസ് അറിയാം? പറഞ്ഞോ. മാനസമിത്ര വടകം. മാനസത്തിന്റെ എമ്മും മിത്രത്തിന്റെ എമ്മും പാടെ കൂടിയിട്ടാണ് MM ഫസ്റ്റ്. ഇതിൽ ഫസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിലുള്ള ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് ഗോൾഡും സിൽവറും ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ MM2 ഉണ്ട്. അതിൽ വെറും സിൽവർ മാത്രമേ ചേർക്കുള്ളൂ, ഗോൾഡ് ചേർക്കില്ല. ചേർക്കാന്നുള്ള മനസ്സിലായോ? ഗോൾഡ് അരച്ച് മറ്റു വെള്ളം പോലെ ആക്കിയിട്ടല്ല ചേർക്കുക. അത് ഗ്രൈൻഡറിൽ ഇടുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം. അതാണ് അതിന്റെ ഒരു ഫോർമാറ്റ്. അത് ചില അറിയുന്ന ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ ഇവരെന്താ പൊട്ടനാണെന്ന് വിചാരിക്കും. പറഞ്ഞിട്ട് ബാക്കി ആൾക്ക് ഇതിന്റെ കൂട്ട് പറഞ്ഞു കൊടുക്കാന്നുള്ളത് വിചാരിക്കും. പക്ഷെ അത് എത്ര ഒരാൾ ചെയ്ത കാര്യം മറ്റേ അതേപോലെ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന വർക്ക് പക്ക ആയി കഴിഞ്ഞാല് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് 2 ആൾക്കാരെ പറഞ്ഞ്, അല്ലെ, നിങ്ങൾക്ക് ടീച്ചർ പോലെ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തെയും കൂടെ നിങ്ങൾക്ക്, അപ്പൊ ഞാനിനി ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണമെന്നാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് MBZAD കോർപ്പറേറ്റ് സൊല്യൂഷൻസിന്റെ സ്റ്റാഫ് ട്രെയിനിങ്. അപ്പോ നമ്മുടെ സ്റ്റാഫും നമ്മുടെ സുഹൃത്തുമായിട്ടുള്ള ഫവാസ് നമ്മളോട് സൈനിങ് ഓഫ് പറയുന്നതാണ്. താങ്ക് യു സാർ, ഈ ക്ലാസ് എടുത്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു.